1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. വിവേകം നേടുക എന്നാണ് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തത്. അത് തന്നെയാണ് വായനാ ദിനത്തിന്റെ പ്രധാന സന്ദേശം. ആ കഥകളുടെ രസചരടാണ് നിങ്ങളെ വായനയുടെ വിസ്മയ ലോകത്തിലേക്ക് നിങ്ങൾ ചെത്തിലേക്കാത്ത വീട് ചുവരിശാലി നിന്ന് വായിക്കും. അണയാത്ത ആ വിളക്ക് ആർത്തിയോടുകൂടി വായിക്കാൻ പറ്റുന്ന ബാലമാസികയാണ്. അത് മാസികയാണ്, മാസത്തിലുള്ള പുസ്തകത്തിന്റെ പേരെന്നെ ഹിന്ദി. പുസ്തകത്തിന്റെ പേരെന്ന് പറഞ്ഞ് കുഞ്ഞുടി മാസം അത് കവിതയാണോ കഥയാണോ നോവലാണോ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ആംഗ്രി റിവർ ആരാണ് എഴുതിയത്? എട്ടാണ് വായിച്ചു. എവിടെ വീട്? അത് എല്ലാ സ്കൂളിലും നിർബന്ധമല്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഇടാ ജേക്കബ് എന്ന് പറയുന്ന അന്നത്തെ DPA ഇതിനെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റണം എന്ന് ഈയിടെ അന്തരിച്ച ഒരു മഹാനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ മാണിക്യക്കല്ല് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ലൈബ്രറിയിൽ നോക്കുമ്പോൾ എടുത്തു പറയാനുള്ള പുസ്തകം മാണിക്യക്കല്ല് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് വളരെ പ്രയാസപ്പെടാൻ പോകുന്ന എന്നാലും പുസ്തകമായതുകൊണ്ടാണ് പുസ്തകങ്ങൾ നമ്മുടെ നല്ല ചങ്ങാതികളാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും അവരെ സമീപിക്കാം. ബുദ്ധിയുള്ള നമുക്ക് അറിവ് പകർന്നു തരുന്ന നല്ല അധ്യാപകരാണ് പുസ്തകങ്ങൾ എന്നാണ് ആ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നത്. പുസ്തകത്താളുകൾ പുല്ലിൽ തുളുമ്പുന്ന കുടിക്കാൻ ഇഷ്ടം. ഒത്തു കളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുമ്പി കരയുവാൻ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമേ പുസ്തകക്കൂട്ടരെ ഇഷ്ടം. ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയ HM ഷീബ ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വായിച്ചു വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.